18ഓളം ബസ്സുകളാണ് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഓപ്പറേറ്റിംഗ് സെൻറ്ററിൽ ഇത്രയധികം ബസ്സുകൾ, പുതിയ ബസ്സുകൾ അതൊക്കെ KSRTC കൊടുക്കുന്നതെന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും KSRTCയുടെ, അതായത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും പരപ്പും എത്രമാത്രം ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉപോത്ബലകമാണ്. നമ്മൾ ചെറുതോണി ഓപ്പറേറ്റിംഗ് സെന്റർ തന്നെയാണ്. ഇടുക്കി ജില്ലയിലെ 7ാമത്തതും കേരള സംസ്ഥാനത്തിലെ 94ാമത്തെയും ബസ് ഡിപ്പോയാണ് ചെറുതോണിയിൽ ആരംഭിക്കുന്നത്. ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഒരു ചടങ്ങിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ അനുവാദത്തോടെ ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഞാൻ നിർവഹിച്ചത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഭാവിയിൽ പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ വന്നാൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി യാത്ര ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട സാഹചര്യം മാറ്റി ഈ ചെറുതോണി ബസ് സ്റ്റാൻഡിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് ഒരു ബൈപ്പാസ് 5 കോടി രൂപ അതിൻ്റെ പ്രവർത്തികൾ നിർമ്മാണം ആരംഭിക്കുകയാണെന്ന്. അതിൻ്റെ അർത്ഥം ഭാവിയിലുള്ള ചില സർവീസുകളെങ്കിലും ഈ ബൈപ്പാസോടെ മെഡിക്കൽ കോളേജ് വരെ നേരിട്ടെത്താവുന്ന നിലയിലേക്കുള്ള സാധ്യതകൾക്കാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. എല്ലാവിധമായ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇതിനോട് സഹകരിച്ച് എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ മഹനീയമായ സന്ദർഭത്തിൽ ഇവിടെ വന്ന ഇതിന് ഭാഗമാകാൻ കഴിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുക കൂടി ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ പ്രസംഗിക്കുകയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് മന്ത്രി നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് നടത്തി ഈ വാഹനങ്ങൾ പുറപ്പെടുന്നതിന് വേണ്ടിയുള്ള സമയമാണ് നമുക്കുള്ളത്. അത് തീർച്ചയായിട്ടും ഏറെ സന്തോഷകരമാണ്. നിങ്ങളേവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു.